ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വളരെ ഗുണപ്രദമായ പൊന്നാങ്കണ്ണി ചീരയുടെ കറിയാണ് ഇന്ന് കാണുന്നത്. നേരത്തെ ഞാൻ തോരൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഞാൻ പൊന്നാങ്കണ്ണി ചീരയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇളം തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി കുഞ്ഞായിട്ട് നുറുക്കേണ്ട, തോരന് എടുക്കുന്ന പോലെ ചെറിയ രീതിയിൽ ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് കുക്കറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. ചെറിയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ കുതിർത്ത് വെച്ച പരിപ്പ്, ഞാനിവിടെ മിക്സഡ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. അപ്പോൾ അത് ഞാനൊരു അരക്കപ്പ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരക്കപ്പ് മുക്കാൽ കപ്പുണ്ട്, നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം. അത് ഞാൻ കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് കഴുകി നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഒരു ചെറിയ 2 തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 10 ഉള്ളിയും ഒരു ചെറിയ സവാളയുമാണ്. അത് ചെറുതായിട്ടൊന്ന് നുറുക്കി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വേകാനുള്ള വെള്ളം. മിതുക്കെ ഞാനിപ്പോൾ പരിപ്പിൻ്റെ പുറമെ നല്ലതുപോലെ മിതുക്കെ കിടക്കുന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് വേവിച്ചതിന് ശേഷം ഇട്ടാലും മതി, പക്ഷേ ഒന്നിച്ചിടുന്നതായിരിക്കും നല്ലത്. എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഇത്. വളരെ ഗുണപ്രദവുമാണ്. അപ്പോൾ നമുക്ക് ആ പൊന്നാങ്കണ്ണി ചീരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് കുക്കർ നിറഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിപ്പം വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇലയാണ് ഒന്ന് ചൊങ്ങി നല്ല പകുതിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിലടിക്കുക. 3 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ എയർ മൊത്തം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും ചീരയൊക്കെ അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് നമ്മുടെ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ നമ്മുടെ ഉണക്കമുളക് ഒരു 2-3 ഉണക്കമുളക് ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അത് അടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചമ്മന്തി പരുവില്ലേ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വിസിൽ ഇവിടെ 3 വിസിലടിച്ചിട്ടുണ്ട്. 3 വിസിലടിച്ചതിന് ശേഷം അത് എയറൊക്കെ മൊത്തം പോയതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീരയും പരിപ്പും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലതുപോലെ നമ്മളൊന്ന് ഉടച്ചെടുക്കുക. ഓവറായിട്ട് വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണ്ടേ. ഒരു പരിപ്പ് കറി പരുവാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് നമ്മൾ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമ്മൾ അടുപ്പലത്തേക്ക് ഒരു ചട്ടി വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പില, നമ്മളിവിടെ നേരത്തെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും പൊന്നാങ്കണ്ണി ചീരയും എല്ലാം കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ലാസ്റ്റ് ആ കുക്കർ ഒന്ന് കഴുകിയിട്ട് കുറച്ചും കൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഇച്ചിരി ചാറ് വേണം എനിക്ക്, കാരണം പരിപ്പായതുകൊണ്ട് നമ്മൾ ഇരുന്ന് കട്ടിയാകും അല്ലേ. അപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ അരപ്പിട്ട് കൊടുക്കുവാണ്. അരപ്പിട്ട് കൊടുത്ത് അതിനകത്തുള്ള ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അതിനകത്തുള്ള ജീരകമൊക്കെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറണ്ടേ, അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക.
അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് നമ്മുടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ കറിക്ക്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറി പോലെയല്ല, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കേണ്ടതാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഉള്ളവർ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയുടെ കറി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ശരീരത്തിന് ഗുണമുള്ള സാധനമാണ്. വലിയവർക്കും കണ്ണിനും വയറിനും എല്ലാം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ കറി. അപ്പോൾ പരിപ്പ് കറി എന്ന് പറഞ്ഞ പോലെ തന്നെയല്ല, അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഇല്ലെങ്കിൽ നിങ്ങൾ പരിപ്പ് കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലും വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയൊന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.